അങ്ങനെ നാളെ ഞാൻ വലിയൊരു കാര്യം സാധിക്കും. ഓ, എന്തൊരു ടെൻഷനായിരുന്നു ഇത്രയും നാള്. ഇന്നത്തോടുകൂടി അതങ്ങ് തീർന്നു. ഇപ്പോ ഉള്ളത് ഒരുതരം ത്രില്ല. അതിന് സുശീല ചേച്ചി വരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. വരും, എനിക്ക് ഉറപ്പുണ്ട്. ഇനി നന്ദി എന്നെ വിചാരിക്കുക. എല്ലാം പഴയ പോലെ ആവൂ. വീട് നിറയെ വിങ്ങലായിരിക്കും. ഒരു ഭാഗത്ത് കുറ്റബോധം, മറുഭാഗത്ത് കുറ്റപ്പെടുത്തൽ. ഒന്നും പറയാനായിരിക്കില്ല, പക്ഷെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എപ്പോഴും. നീ നോക്കിക്കോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം നോർമലാവും. ആ കുട്ടികൾ ഒരിക്കലും സുശീല ചേച്ചിക്ക് മാപ്പ് കൊടുക്കില്ല. എന്തൊക്കെയായാലും ഈ ലോകത്തിന് ഓരോ പെണ്ണും ഒരു ഇരയാണ്. വെറും ഒരു ഇര. കീഴടക്കാൻ, അപമാനിക്കാൻ, നശിപ്പിക്കാൻ ചേച്ചിയും ഞാനും എല്ലാം. എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്താ നിനക്ക് ഞാനല്ലേ, നമ്മുടെ സ്നേഹമല്ലേ? കരയാതെ. ചേച്ചിക്ക് സുഖവും സന്തോഷവും എല്ലാം തിരിച്ചു കിട്ടോ? തീർച്ചയായും. എന്താണെന്നറിയില്ല, എനിക്ക് പേടി തോന്നുന്നു. സാർ, ഉണ്ടടാ. എന്നെ കൊണ്ട് വയ്യതൊന്നു. ഞാൻ എത്ര നേരം അവിടെ പോയിരിക്കേണ്ടത്? ഇന്ന് മഹേഷ് സാറിന്റെ കമ്പനിയിൽ എനിക്ക് ജോലിക്ക് കയറേണ്ടതാ. ഇന്ന് തന്നെ വൈകിച്ചെന്നാലോ? ഓ, വലിയ ഉദ്യോഗസ്ഥൻ. ഓ, ഞാൻ പോവാ. അതല്ലേ. നന്നായി വാ. ചായക്ക് പറഞ്ഞിട്ട് നേരെ എത്രയായി? സ്റ്റൗ കത്തുന്നില്ല. ഓ, ഇനി തന്നെത്താനാ കുടിച്ചാ മതി. വൈ. ഒരു പാക്കറ്റ് വിൽസ്. എങ്ങട്ടാ രണ്ടുപേരും കൂടെ? ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണം. എന്താ അവക്ക്? ഓ, കാര്യമായിട്ടൊന്നുമില്ല. വരൂ. ഇരിക്കൂ. വരാൻ പറഞ്ഞത് ഒന്നിനുമായിട്ടല്ല, വെറുതെ ഒന്ന് കാണാൻ. ഇത്രയൊക്കെ എനിക്കിനി ആശിക്കാനുള്ളൂ. തകർന്നുപോയി. ഇനി സമാധാനിക്കൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം നേരെയായി. ഇന്നലെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചു. എന്നോട് കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞിരിക്കുക. സാറ് വൈകുന്നേരം ബീച്ചിൽ കാത്തു നിൽക്കും. വീട്ടിൽ വെച്ച് തമ്മിൽ കാണുമ്പോൾ രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടാവും. അടുത്ത വീട്ടിലുള്ളവരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കല്ലേ. വീണ്ടും തമ്മിൽ കാണുന്നത് ബീച്ച് വെച്ചാകട്ടെന്ന് ഞാനാ സജസ്റ്റ് ചെയ്തത്. അവിടെ കുറെ നേരം ഇരുന്ന് സംസാരിച്ച് മനസ്സിന്റെ ഭാരമൊക്കെ കളഞ്ഞ് വീട്ടിലേക്ക് പോവാം. ഞാൻ 6 മണിയാകുമ്പോൾ ടാക്സി എടുത്ത് വരും. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് നിന്നാ മതി. ഏറ്റല്ലോ?
ആഹാ, സ്റ്റൈലായിട്ടുണ്ടല്ലോ. ഞാൻ ഒരുങ്ങി നിൽക്കുകയല്ലേ. എന്നാ പോയിക്കളെ. വാ. ഞാനൊരിക്കൽ ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചു, കടലിന് ഇത്രയും ഉപ്പുരസം എന്തുകൊണ്ടാണെന്ന്. അവൻ പറഞ്ഞു, സമുദ്രസഞ്ചാരികൾ മിക്കവാറും എപ്പോഴും കരയുന്നത് കൊണ്ടാണ്. ട്രിൻബർഗിന്റെ ഒരു നാടകത്തിലുള്ളതാണ്. ഞാൻ ആലോചിക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെ ആഘോഷിക്കണമെന്നാ. തുടക്കം ചൈനീസ് റെസ്റ്റോറന്റിൽ തന്നെ ആവട്ടെ. ചിക്കൻ സൂപ്പ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. നമ്മൾ 3 പേരും കൂടെ ചിക്കൻ സൂപ്പ് കഴിച്ച് തുടങ്ങുന്നു. ഇതിനിടയ്ക്ക് സാർ എനിക്കൊരു കുപ്പി സ്കോച്ചും വാങ്ങിച്ചു തരുന്നു. ആ, രജനിയെ ഉണ്ണിയെ നാളെ തന്നെ വിവരം അറിയിക്കണം. അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നാളെ തന്നെ രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് പോരുതോ? പിന്നെ നമുക്ക് ആ വീടൊന്ന് മാറണം. അവിടെ എന്തോ ശരികേടുണ്ട്. ഞാൻ വൈകിയോ? കേറ്.
എന്താ